ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വെള്ളിയാഴ്ചയും കൂടെ ഒന്നിച്ച പിതാവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പലരും ആദ്യമായിട്ട് ഇന്ന് നമ്മളുടെ മീറ്റിങ്ങിന് കടന്നു വന്നതിന് നന്ദി പറയുന്നു. വി വിൽ ഹാവ് ജോഷോ ഓൾസോ ട്രാൻസ്ലേറ്റിംഗ് അസ് ഇൻ ഹിന്ദി. വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് എത്രയും സിമ്പിളാക്കാമോ അത്രയും സിമ്പിളാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അത് മനസ്സിലാക്കത്തിന് അല്പമേ നമ്മൾ സംസാരിച്ചുള്ളൂ എങ്കിലും let us make it as simple as possible. आज जितना ललित हो सकता है उतना ललित और सरल करने के लिए मैं प्रयास करूंगा और थोड़ा सा ही हम बात करेंगे लेकिन परमेश्वर का वचन का ध्यान देंगे. നമുക്ക് ഒരു ഭാഗം വായിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4 to 7. एफेसियों का पत्री 2 अध्याय उसका 4वां वचन से 7वां वचन तक हम पढ़ेंगे. एफेसियंस 2:4 to 7. നമ്മൾ ഇന്ന് നിങ്ങൾ കടന്നു വന്നത് ഒരു മീറ്റിങ്ങിനാണെങ്കിൽ പോലും आज जो हम आए हैं एक मीटिंग के लिए आए हुए हैं, പക്ഷെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. लेकिन जो तुम आए हो परमेश्वर यीशु मसीह के सामने आए हो. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോർച്ച് വാങ്ങിക്കാനായിട്ടൊരു കടയിലേക്ക് പോയി. मैं पिछले दिनों में एक टॉर्च लेने के लिए एक दुकान में गया. അവിടെ പല ടോർച്ചുകളും നിരത്തി വെച്ചിരുന്നു. അവർ ഓരോരുത്തരും അവരവരുടെ സവിശേഷതകളൊക്കെ പറഞ്ഞു. और वहाँ पे कई प्रकार के टॉर्च रखे हुए थे और उसके हरेक के गुण के बारे में उन्होंने बताया. ഒരു സെയിൽസ്മാൻ പറഞ്ഞു ഇതിന് 2 വർഷം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. और एक सेल्समैन ने एक टॉर्च दिखा के बोला इसका 2 साल का गारंटी है. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് ഇന്ത്യയിൽ വാറണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചു. और मैंने उससे इस प्रकार से पूछा इसको इंडिया में वारंटी मिलेगा क्या. അദ്ദേഹം പറഞ്ഞു കിട്ടും. और उसने कहा मिलेगा. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയാലും കിട്ടും, അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അത് ഇൻ്റർനെറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. और मैंने पूछा ये इंडिया में किधर लेके जाने से गारंटी मिलेगा, तो उसने कहा कि तुम जस्ट सर्च करो और वो गूगल में मिल जाएगा. അപ്പം ഞാൻ അന്നേരം തന്നെ എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ഇന്ത്യയിൽ ഈ ബ്രാൻഡ് അടിച്ചു നോക്കി. और उसी समय मैंने ये इंडिया में इसका ब्रांड कहाँ है करके मैंने देखा. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് എവിടെ കിട്ടും. അദ്ദേഹം പറഞ്ഞു ഇന്നിടത്ത് കൊണ്ടുപോയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു അവരാരും ഇത് അംഗീകരിക്കില്ലല്ലോ. और उसने कहा कि ये इस जगह पर लेके जाओ, लेकिन मैंने वो सर्च करने के बाद मैंने बोला कि वो कोई ये लेंगे नहीं. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ഒത്തിരി ഉണ്ടെങ്കിലും അത് വാഗ്ദത്തം ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. और हमारे ज़िंदगी में भी बहुत सारे लोग हमारे को प्रोमिसेस देंगे, लेकिन वो वायदा कौन देता है वो जरूरी है. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും और आज जो हम बात करने जा रहे हैं हर एक विषय, അതിന് വാഗ്ദത്തം ചെയ്യുന്നത് ഞങ്ങൾ ആരുമല്ല. और वो वायदा जो करता है वो हम में से कोई नहीं, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. और वो सिर्फ प्रभु यीशु मसीह ही वो वायदा देता है. നമ്മൾ മനസ്സിലാക്കണം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഈ ഭൂലോകം സൃഷ്ടിച്ചത്. അവനാണ് ഇതിൻ്റെ പിന്നിൽ വാഗ്ദത്തം നൽകി തരുന്നത്. और हमें एक बात मालूम होना जरूरी है कि परमेश्वर यीशु मसीह ने इस पृथ्वी को बनाया और उसी ने ये वायदा हमारे हाथ में दिया है. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം, और एफेसियों के पत्री में जो हमने वचन पढ़ा वो वचन इस प्रकार से बोलता है. ആ വായിച്ച ഭാഗം ഒരു വിശ്വസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അവകാശത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. और वो जो परमेश्वर के वचन पर विश्वास करता है उसे मिलने वाले बातों के ऊपर लिखा हुआ है. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഒരാൾ വിശ്വസിച്ചു ആൾക്ക് എന്തെല്ലാം ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ വിശ്വസിക്കാനുള്ളവർ നിങ്ങൾക്ക് മധ്യയിൽ കാണുമായിരിക്കും. और हमें ये जानना जरूरी है कि एक मनुष्य विश्वास करने से उसे क्या क्या मिलेगा, और हम में से कई लोगों को अभी विश्वास करना जरूरी है. അതിലെ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. और उसमें से एक सिर्फ बात मैं विशेष रूप से बताना चाहता हूँ. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, and raised us up together and made us sit together in the heavenly places in Christ Jesus. 6वां वचन में इस प्रकार से लिखा हुआ है, और मसीह यीशु में उसके साथ उठाया और स्वर्गीय स्थानों में उसके साथ बैठाया. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. और जो कोई इधर विश्वास करते हैं विश्वासी जनों के बारे में लिखा है कि प्रभु यीशु मसीह के साथ स्वर्गीय स्थानों में बिठाया है. നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. വിശ്വസിച്ചവരെ കുറിച്ച് പറയാം. और जो विश्वास करते हैं उनके बारे में लिखा है कि वो उन्हें स्वर्गीय स्थानों में बिठाया है. ഇപ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും और अभी हम सही रूप से उस
स्वर्ग की ओर नहीं गए हैं तो भी, ഒരു ദിവസം ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കും. लेकिन एक दिन हम वास्तव में प्रभु यीशु मसीह के साथ स्वर्गीय स्थानों में बैठेंगे. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇപ്പോഴും വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് പറയാം, സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. लेकिन आज भी हम विश्वास के साथ बोल सकते हैं कि जो कोई परमेश्वर के वचन में विश्वास किया है उन्हें परमेश्वर ने स्वर्गीय स्थानों में बैठाया है. നമ്മളെല്ലാവരും ഗൾഫിലാണ്. हम सभी लोग गल्फ में हैं. നമ്മൾ നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ അടുത്ത് വന്നിട്ട് നമ്മളോട് പറയും, എൻ്റെ മകനുണ്ട്, എൻ്റെ മകനെയും കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും, അല്ലേ? और जब हम इधर से जब हम अपने गांव में जाते हैं तो हमारे चारों ओर के लोग हमारे पास आते हैं, आस पड़ोस के लोग पूछते हैं कि हमारे बेटे को भी तुम अपने वहां पर गल्फ में लेके जा सकते हो कि नहीं. കാരണം നമ്മളെ പോലെ ഇച്ചിരിയുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് വന്നുവല്ലോ, അതുകൊണ്ട് എൻ്റെ മകനും അതുപോലെ ആയിരിക്കും എന്ന് അവർ തീരുമാനിക്കുന്നു. और उन कई बार वो इस प्रकार से सोचते हैं कि हमारे से अच्छे उत्तम जगह पे ये है तो अपने बेटे को भी उधर लेके जा सकते हैं कि नहीं करके वो पूछते हैं. അതുപോലെ നമ്മൾ ഗൾഫിൽ വരാനായിട്ട് നമ്മൾ വന്നപ്പോൾ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഒരു ഉയർന്ന സ്ഥലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. और ऐसा ही प्रभु यीशु मसीह इधर हम सभी से वायदा करता है कि एक ऊंचे स्थान की ओर वो हमें लेकर जाएगा. എന്നാൽ ഈ സ്ഥലത്തിലോട്ട് കടന്നു വരുന്നതിന് മുമ്പ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. लेकिन इस जगह ऊंचे स्थान में आने से पहले कुछ प्रोसीजर्स पूरा करना है. നിങ്ങളുടെ ജോലി കെട്ടി കടന്നു വരുന്ന സമയത്ത് ഒരു PCC എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. लेकिन जब आप लोगों को नौकरी मिला और इधर को जब आ रहे थे, इधर को आने के लिए भी तुम्हारे को एक PCC करके एक प्रोसीजर था. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. वो पुलिस क्लियरेंस सर्टिफिकेट. അപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദിക്കും, ഏതെങ്കിലും കേസ് ഈ ആളിന്റെ പേരിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. और PCC अप्लाई करने से हमारे नजदीक के पुलिस थाने में से लोग पुलिस आके पूछता है कि इसके ऊपर कुछ छानबीन है कि नहीं, या कुछ केस है तो हमारे को वो क्लियरेंस सर्टिफिकेट नहीं मिलता. അതില്ലാതെ ഒരിക്കലും ഇങ്ങോട്ടോട്ട് വരാനോട്ട് പറ്റത്തുമില്ല ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. और जो कोई नौकरी करने के लिए इधर आना चाहते हैं वो PCC के बिना इधर आ भी नहीं पाते. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കിവിടെ വരാൻ കഴിയത്തില്ലല്ലോ, കാരണം അനേക കേസുകൾ എൻ്റെ പേരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് കഴിയുകയില്ല. और हम इस प्रकार से उस समय सोचेंगे कि हमारे ऊपर इतने सारे केस है, उसके कारण मैं इधर की ओर नहीं आ पाऊंगा. അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്വർഗീയ കോടതിയിൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും അനേക കേസുകൾ നിലനിൽക്കുന്നുണ്ട്. मेरे प्रिय भाई बहनों, एक बात हमें जानना बहुत जरूरी है कि हमारे स्वर्गीय जो कोर्ट है उसके सामने भी कई प्रकार के केस हमारे ऊपर है. അനേക കേസുകൾ നമ്മുടെ പേരിലുണ്ട്. कई प्रकार के केस हमारे ऊपर है. അപ്പം നമ്മൾ വിചാരിക്കും, എൻ്റെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. हम अभी इस प्रकार से सोच सकते हैं कि मेरे ऊपर कोई भी केस नहीं है. ഞാൻ ഒരാളോട് കോപിച്ചാൽ परमेश्वर के वचन के अनुसार अगर मैं किसी के ऊपर क्रोध किया तो ഒരു കേസായി. वो एक केस हुआ है. ഞാൻ ഒരാളെ കുറിച്ച് വേണ്ടാത്തത് ചിന്തിച്ചാൽ मैं किसी के बारे में एक बुरी बात सोचने से വേറൊരു കേസായി. वो एक दूसरा केस बन जाता है. ഞാൻ ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ मैं परमेश्वर की इच्छा के विरुद्ध में कुछ भी करने से അടുത്തൊരു കേസായി. वो तीसरा एक केस बन जाता है. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും എത്ര കേസുകൾ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? और ऐसा हम जब अपने आप को परखेंगे, कई सारे केस हम एक दिन में ही हमारे ऊपर लेकर आते हैं. അപ്പോൾ സ്വർഗീയ കോടതിയിൽ നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്, നമ്മൾ ഈ ഗൾഫിലേക്ക് വരുന്നത് പോലെ ഉയരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ഈ സ്വർഗീയ കോടതിയിൽ അനേക കേസുകൾ നമ്മുടെ പേരിലുണ്ട്. लेकिन जैसा हम इस जगह की ओर आना चाहते हैं, वैसा ही जैसे स्वर्गीय स्थान में जाने के लिए हमारे ना जाने के लिए बहुत सारे केस हमारे ऊपर है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, കർത്താവേ, ഇത്രമാത്രം കേസുള്ള ഒരു വ്യക്തിയെ എങ്ങനെ സ്വർഗ്ഗസ്ഥലത്തിൽ പിതാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എങ്ങനെ ഇരുത്തും? और हमें ये जानना बहुत जरूरी है कि इतने सारे हमारे ऊपर मुकदमे हैं, तो हम कैसे परमेश्वर स्वर्गीय स्थान में हम कैसे पहुंचेंगे. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ജനിച്ചു പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കൊച്ചുകുട്ടിയാണെങ്കിലും എൻ്റെ പേരിൽ കേസ് ഉണ്ടാവുമോ? तो मैं हम में से कई लोग ये पूछ सकते हैं कि मैं एक छोटा बच्चा था, उस समय हमारे ऊपर केस था क्या? തീർച്ചയായിട്ടും നമുക്ക് ഈ വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 51:5 വാക്യം, Psalms 51:5. भजन संहिता 51 5वां वचन पढ़ेंगे. Psalms 51:5. അപ്പം ഇതാ ഞാൻ അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. വായിച്ചാട്ടെ ഒന്നുകൂടെ. देख मैं अधर्म के साथ उत्पन्न हुआ और पाप के साथ अपनी माता के गर्भ में पड़ा. നമ്മുടെ ജനന പ്രക്രിയക്കകത്ത് പാപമൊന്നുമില്ല.
और जिस प्रकार से हम पैदा होते हैं उसमें कोई पाप नहीं है, പക്ഷെങ്കിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നതെന്ന് പറയുന്നു. लेकिन यहाँ पर इस प्रकार से लिखा है कि जो व्यक्ति जन्म होता है, गर्भ में होता है, उसी समय से पाप है. അതെങ്ങനെയാകാനായിട്ട് പറ്റും? और वो कैसा होता है? നമ്മൾ ചിന്തിക്കും, അയ്യോ ആ കൊച്ചു പാപം ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ ആ പാപം അല്ലെങ്കിൽ തെറ്റായി ആ കൊച്ചിന്റെ മേലിൽ പറയാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. हम कई बार ऐसा सोच सकते हैं कि एक छोटा बच्चा के ऊपर कैसा पाप आ सकता है. നമ്മൾക്കൊക്കെ നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947-ലാണ്. हम सभी को मालूम है 1947 में इंडिया को स्वतंत्रता मिला. എൻ്റെ പിതാവൊക്കെ ജനിച്ചത് അതിന് മുമ്പാണ്. और मेरे पिता का जन्म उससे पहले हुआ था. അപ്പം അവരൊക്കെ ജനിച്ച സമയം തന്നെ അവർ സ്വാതന്ത്ര്യമില്ലാത്തവരായി ജനിച്ചു. और जिस समय पर उन्होंने जन्म लिया उस समय उनको स्वतंत्रता नहीं था. ആ പറയുന്നതിന് തെറ്റില്ലല്ലോ. 1947 മുമ്പ് ജനിച്ച എല്ലാ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. और वो एकदम सच है कि 1947 से पहले जितने लोगों ने जन्म लिया भारत में उनको स्वतंत्रता नहीं था. അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടാണോ? और उन्होंने किया हुआ कोई गलती के कारण है क्या? അവിടെ ജനിച്ചു എന്നുള്ള ഏക കാരണത്താൽ അടിമയുടെ മകനായി ജനിച്ച ഒരു വ്യക്തി അടിമ തന്നെ ആയിരിക്കും. लेकिन उधर पैदा हुआ बोल के और एक गुलाम का बेटा होने के कारण वो गुलाम ही रहे. എന്നാൽ 1947 കഴിഞ്ഞതിന് ശേഷം ജനിച്ചവരോ? लेकिन 1947 के बाद जिनका भी जन्म हुआ അവര് സ്വതന്ത്രരായി ജനിക്കുകയാണ്. और वो स्वतंत्र होकर जन्म हुए. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? और तुमने कुछ करने के कारण तुम्हारे को स्वतंत्रता मिला क्या? രാഷ്ട്രപിതാക്കന്മാർ അവർ കഷ്ടപ്പെട്ടു, അവർ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അവർക്ക് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. और जितने पुरखों ने मेहनत किया उसके कारण स्वतंत्रता हमारे भारत को मिला. അപ്പോൾ ഒരു കൊച്ചു പൈതൽ ജനിക്കുന്നതിന് മുമ്പ് പാപിയാണ് എന്ന് പറയുന്നത് തൻ്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ആ ഒരു കാര്യത്തെ കൊണ്ടാണ് അദ്ദേഹമായിരിക്കുന്നത്. അതാണ് പൂർവ്വപിതാവ് എന്ന് പറയുമ്പോൾ ആദാം ചെയ്ത പാപം മനുഷ്യനിലായതുകൊണ്ടാണ് ഈ കൊച്ചു പൈതലും പാപിയാണ് എന്ന് നമ്മൾ പറയുന്നു. और एक छोटा बच्चा जो जन्म हुआ वो भी पापी है बोलने का कारण यही है क्योंकि उनके पुरखाओं ने जितना पाप किया है उसका कारण. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യക്തി പാപിയാണ്, അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അതിനും ഇഷ്ടം പോലെ പാപം തീർത്തിട്ട് മാത്രമേ ഈ സ്വർഗ്ഗസ്ഥലങ്ങളിൽ പോയി ഇരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. और ऐसा ही एक छोटा बच्चा को लेने से भी उसके जीवन में बहुत सारे पाप है और वो पाप से शुद्धता पाक के ही वो स्वर्गीय स्थानों में जा पाएगा. ദൈവവചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങളിൽ 19-ാമത്തെ അധ്യായത്തിൽ परमेश्वर का वचन भजन संहिता 19वां अध्याय में इस प्रकार से बोलता है. 14-ാമത്തെ അധ്യായം 14 वचन में. വാക്യം തൊട്ട് വായിച്ച്. അപ്പം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ദൈവം നോക്കുമ്പോൾ, और जब परमेश्वर स्वर्ग से पृथ्वी की ओर देखता है, ഓരോ വ്യക്തിയും നോക്കുകയാണ്. और एक एक जन को परमेश्वर देखता है. നോക്കുമ്പോൾ ആരും ദൈവത്തെ അന്വേഷിക്കുന്നവരായി കാണുന്നില്ല. और जब परमेश्वर ऊपर से देखता है तो कोई भी परमेश्वर को कोसते हुए परमेश्वर देखता नहीं है. കുറച്ചൊക്കെ താല്പര്യമുള്ളവരുണ്ട്, थोड़ा बहुत इच्छा सभी के अंदर है, എന്നാൽ പൂർണ്ണമായി കർത്താവിനെ പിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമായിട്ടും കാണുന്നില്ല. लेकिन पूरे हृदय से जो परमेश्वर को खोजता है ऐसा किसी को भी परमेश्वर देखता नहीं है. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, they have all turned aside, they have together become corrupt, and there is none who does good, no, not one. और इसलिए तीसरा वचन में इस प्रकार से परमेश्वर बोलता है कि वे सब के सब भटक गए, वे सब भ्रष्ट हो गए, कोई सुकर्मी नहीं, एक भी नहीं. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഓരോരുത്തരുടെയും പേരിൽ അനേക കേസുകൾ നമ്മളൊന്നും ചെയ്യാതെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. है प्रियो, जैसे मैंने बोला हम सभी के ऊपर कई सारे मुकदमे हैं. हमने कोई भी गलती किया नहीं लेकिन हमारे ऊपर है. എല്ലാ മതങ്ങളും പറയുന്ന ഒരു കാര്യമാണ് പാപപരിഹാരം. और हर एक धर्म यही बात बोलता है कि पाप का कैसे उद्धार होगा. ജന്മനായിട്ടുള്ള പാപം, और जो जन्म से जो पाप है उसका उद्धार, പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപം, जो पूर्वजों ने किया उस पाप का उद्धार, അങ്ങനെ സ്വന്തമായി ചെയ്ത പാപം, और जो खुद किया है उस पाप का उद्धार. അങ്ങനെ അനേക പാപങ്ങൾ മാറ്റുവാനായി നമ്മൾ അനേക ക്രിയകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. और ऐसे कई प्रकार के पाप को हटाने के लिए हम कई प्रकार की क्रिया करते हैं. എന്നാൽ ദൈവവചനം പറയുന്നു, ഒരിക്കലായിട്ട്, लेकिन परमेश्वर का वचन बोलता है कि एक समय के लिए, ഒരിക്കലായിട്ട് ഒരു പാപപരിഹാരം വരുത്തുവാൻ. കാരണം എല്ലാ പാപപരിഹാര പ്രക്രിയയ്ക്കും നമുക്കറിയാം, ഈ വർഷം നമ്മൾ ഒരിടത്ത് പോയി അടുത്ത വർഷം പിന്നെയും അവിടെ തന്നെ പോയിട്ട് നമ്മൾ നേർച്ച കഴിക്കുന്നു അല്ലെങ്കിൽ യാഗം കഴിക്കുന്നു. और हम कई बार हम सभी को मालूम है कि हम इस साल कुछ
क्रिया करेंगे और अगले साल दूसरा पूजा और कर्म करेंगे। അപ്പം അതിനകത്ത് എപ്പോഴും ഒരു റെപ്പിറ്റീഷൻ ഉണ്ട്. और उसमें हर बार हम दोहराते रहते हैं। ആ റെപ്പിറ്റീഷൻ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നും, അയ്യോ ഈ വർഷം കൂടെ പോയി ഒന്ന്, നമുക്കറിയാം ഏതെങ്കിലും കാര്യങ്ങൾ പുണ്യ സ്ഥലത്ത് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷവും നമ്മൾ പോകണം. അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാ? പാപശാന്തിക്ക് വേണ്ടി. और हम सभी को मालूम है कि इस बार जाके पूजा कर्म किया और हम अगले साल फिर सोचते हैं कि आज इस एक और साल हम जाके वही दोहराएंगे। പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഒരിടത്ത് പോയാൽ പോരാ, ഇച്ചിരൂടെ ശക്തിയുള്ളിടത്ത് പോകണം. और हम कई बार इस प्रकार से सोचते हैं कि सिर्फ एक जगह जाने से नहीं, इससे थोड़ा और शक्ति वाला जगह पर जाना है ഇച്ചിരൂടെ അനുഗ്രഹം നമുക്ക് കിട്ടും. और थोड़ा और अनुग्रह हमारे को मिलना है. നമുക്ക് മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടുന്നതിന് വേണ്ടി അതിന് റെഡിയാണ്. और हम ऐसा आशीष पाने के लिए हम कई प्रकार के कठिनाई झेलते हैं. അനേകം പൈസ അതിനു വേണ്ടി മുടക്കുന്നതിന് നമുക്ക് മടിയില്ല. और पैसा उसके लिए खर्च करने के लिए भी हमारे को कोई संकट नहीं. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസ്സിന് നമുക്കത് അറിയാം, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തണം. क्योंकि हम सब अपने अंदर सोचते हैं कि हमारे पाप का उद्धार कैसा भी होना है. ഒരിക്കലായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപ പരിഹാര യാഗമായി തീർന്നു എന്ന് ഈ ദൈവവചനം പറയുന്നു. लेकिन परमेश्वर का वचन बोलता है कि हम सभी के पाप के उद्धार के लिए प्रभु यीशु मसीह एक बार के लिए हमारे लिए क्रूसित हुआ. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ verse 12 to 14, Hebrews chapter 9 verse 12 to 14. इब्रानियों का पत्री 9वां अध्याय उसका 12 से 14 वचन तक हम जब पढ़ते हैं, നമുക്ക് മനസ്സിലാകണം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ടല്ല, और സ്വന്തം രക്തം കൊണ്ട്, और बकरों और बछड़ों के लहू के द्वारा नहीं, पर अपने ही लहू के द्वारा एक ही बार पवित्र स्थान में प्रवेश किया और अनंत छुटकारा प्राप्त किया. നമ്മൾ ഈ ആട്ടുകൊറ്റന്മാരെയും ഒക്കെയും അതിനൊക്കെ റെപ്രസെൻറ്റേഷനാണ്. എന്നാൽ യഥാർത്ഥമായി ഒരിക്കലായിട്ട് ശരിക്കുള്ള പാപയാഗമായി കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. और ये बकरा बछड़ा जो भी लिखा हुआ है वो सब एक उदाहरण के रूप में है, लेकिन प्रभु यीशु मसीह क्रूसित हुआ और हम सभी के लिए उद्धार का कारण बना. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിയ verse 12, 12-ാമത്തെ വാക്യം. 12वां वचन एक और बार पढ़ेंगे. എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പിന്നെയും യാഗം കഴിക്കുകയല്ല, അടുത്ത വർഷം പിന്നെയും യാഗം കഴിക്കുകയല്ല, നാളെ പിന്നെയും യാഗം കഴിക്കുക, എന്നേക്കുമായി ഒരിക്കലായി. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ और बकरों और बछड़ों के लहू के द्वारा नहीं, पर अपने ही लहू के द्वारा एक ही बार पवित्र स्थान में प्रवेश किया और आनंद छुटकारा प्राप्त किया. हमने जैसा बोला, बार बार हर साल के लिए नहीं, लेकिन प्रभु यीशु मसीह के क्रूसित होने के कारण आनंद छुटकारा परमेश्वर ने हमें दिया. 1947 മുമ്പ് ജനിച്ചവർ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജനിച്ചെങ്കിൽ 1947 से पहले जिन्होंने जन्म लिया वो स्वतंत्रता के बिना जन्म लिया तो 1947 കഴിഞ്ഞതിന് ശേഷം ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തോടെ ജനിക്കുന്നു. लेकिन 1947 के बाद जिनका भी जन्म हुआ वो स्वतंत्र होकर जन्म लिए. അപ്പം കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പിന്നെയും നമുക്ക് യാഗത്തിന്റെ റെപ്പിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പിന്നെയും നമുക്ക് അങ്ങനെ യാഗം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. परमेश्वर यीशु मसीह के क्रूसित होने से पहले ऐसा बकरा और बछड़ा का लहू चढ़ाना या कुर्बानी करने का जरूरत था, लेकिन प्रभु यीशु मसीह के क्रूसित होने के बाद कोई कुर्बानी का जरूरत नहीं है. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചു. मैं पिछले दिनों में एक व्यक्ति से इस प्रकार से बात कर रहा था. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. और उसने बोला, मैं बहुत सारे अच्छे काम करता हूँ. ഞാൻ എൻ്റെ മതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. मैं अपने धर्म के सभी अच्छे काम मैं करता हूँ. പക്ഷേ നിന്റെ മതത്തിന് അല്ലെങ്കിൽ നീ പറയുന്ന ഈ കർത്താവിന്റെ വഴിക്ക് എന്താണ് വ്യത്യാസം? लेकिन जो तू वचन बोलता है, तेरे धर्म में क्या फर्क है? പ്രിയ സഹോദരങ്ങളെ, നമുക്കും അവർക്കും വരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്നതിനും ഞാൻ ചെയ്യുന്നതിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരു പക്ഷെങ്കിൽ +or-10. मैंने उससे इस प्रकार से बोला, मैं जो तू करता है और जो मैं करता हूँ उसके बीच में ज्यादा फर्क तो नहीं है, थोड़ा बहुत अंतर है. പക്ഷേ എനിക്കുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താനായിട്ട് എനിക്ക് വേണ്ടി ഒരു പരിപൂർണമായ യാഗം കഴിച്ചിരിക്കുന്നു, അത് നിനക്കില്ല. लेकिन मैंने उससे इस प्रकार से बोला, मेरे को उद्धार की ओर लेकर जाने के लिए मेरे लिए एक व्यक्ति क्रूसित हुआ है. അടുത്ത വാക്യം നമ്മൾ വായിക്കാം, verse 14. അടുത്ത വാക്യം വായിച്ചാട്ട് 9-ന്റെ 14-13. അപ്പോൾ നമ്മുടെ മനസാക്ഷിയെ വരെ
നമ്മുടെ മനസാക്ഷി, നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മനസാക്ഷി ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, അയ്യോ ഞാനത് ചെയ്തല്ലോ ചെയ്തല്ലോ ചെയ്തല്ലോ. और हमारे हृदय के अंदर भी हमने पाप किया है तो बार बार हमारे को पश्चाताप आते रहेगा. ആ ഒരു കാര്യത്തെ വരെ ക്ലീൻ ചെയ്യുവാൻ, എന്നെ പരിപൂർണനാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം പരിപൂർണമായി എന്നെ കഴുകുന്നു. लेकिन हमारे को पूरी तरफ शुद्ध करने के लिए प्रभु यीशु मसीह का लहू हमारे को पूरी तरफ शुद्ध करता है. അതേ അധ്യായത്തിന്റെ 27ാമത്തെ വാക്യം, और उसी अध्याय में 26ാമത്തെ വാക്യം, verse 26. 26वां वचन इस प्रकार से बोलता है. അപ്പം ഒരിക്കലായി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. और इसलिए यहाँ पर परमेश्वर का वचन बोलता है कि प्रभु यीशु मसीह एक बार के लिए हमारे लिए बलिदान हुआ. അപ്പോസ്തല പ്രവൃത്തിയിൽ 17ാം അധ്യായത്തില് ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യം, Acts chapter 17 प्रेरितों का पुस्तक 17 अध्याय में इस प्रकार से लिखा हुआ है. verse 29, 29ാമത്തെ വാക്യം. 29वां वचन. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ദൈവമല്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഗോൾഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോൺ, ഏതെങ്കിലും സിൽവർ, ഇതല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. और इधर प्रेरितों के पुस्तक में इस प्रकार से लिखा हुआ है कि हमारे जो बनाया हुआ परमेश्वर है वो किसी के हाथ के रूप से बनाया हुआ नहीं, कारीगरी नहीं, या वो सोना या चांदी में बनाया हुआ या मिट्टी का एक कारीगर नहीं है. verse 30, 30ാമത്തെ വാക്യം. 30वां वचन. ഒരു കാര്യം വ്യക്തമായ അപ്പോസ്തലൻ പറയുകയാണ്, അറിയായ്മയുടെ കാലങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടാവും. നമുക്കെല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. और इसलिए यहाँ पर लिखा हुआ है कि अज्ञानता के समयों के बारे में परमेश्वर माफ करता है. നമ്മുടെ ജീവിതത്തിൽ അജ്ഞതകൾ ഉണ്ടായി കാണാം. പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെ കടന്നു വന്നു. हमारे जीवन में कई बार अज्ञानता के कारण कई बातें हुए होगा. എന്നാൽ ഇന്ന് നിങ്ങൾ ഇവിടെ കടന്നു വന്നു. लेकिन आज आप लोग इधर आए हो. പ്ലീസ് ഹിയർ ദ ഗോസ്പൽ ഓഫ് ഗോഡ്. इसलिए परमेश्वर का सुसमाचार को सुनिए. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് നൗ കമാൻഡഡ് ഓൾ മെൻ എവ്രിവെയർ ടു റിപ്പെന്റ്. और इधर इसलिए लिखा हुआ है कि आज के समय में सभी लोग पश्चाताप करने के लिए लिखा हुआ है. അടുത്ത വാക്യം verse 31. 31वां वचन. താൻ നിയമിച്ച വ്യക്തി ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ആ വ്യക്തി മുഖാന്തരം ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചപ്പോഴും അങ്ങനെ വായിച്ചു. क्योंकि उसने एक दिन ठहराया है जिसमें वह उस मनुष्य के द्वारा धर्म से जगत का न्याय करेगा, जिसे उसने ठहराया है, और उसे मरे हुए में से जिलाकर यह बात सब पर प्रमाणित कर दी है. ഒരു ദിവസം നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും it will be displayed. और एक दिन हमने जो कुछ काम किया है वो सब प्रकट होगा. നമ്മൾ ചിന്തിച്ചത്, നമ്മൾ പറഞ്ഞത്, നമ്മൾ ചെയ്തത് എല്ലാം. और जो कुछ हमने सोचा, जो कुछ हमने बोला, जो कुछ हमने किया, वो सब प्रकट होगा. How many of you are happy to see that on a big screen? और वो एक दिन जब प्रकट किया जाएगा वो देखने के लिए कितने लोग खुश है. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആ ദിവസത്തിങ്കൽ ഡു യു വോണ്ട് ടു റബ് ഇറ്റ് ഓഫ് ഫ്രം യുവർ നെയിം, ഓൾ ദോസ്, ആ കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു വൈറ്റ് സ്ക്രീൻ ആക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? और जिस दिन वो प्रकट किया जाएगा उस दिन हमारे पापों को पूरी तरह परमेश्वर के लहू से मिठाकर एकदम शुद्ध दिखाने के लिए कितने लोग चाहते हैं. 31ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 31वां वचन एक और बार पढ़ेंगे. തീർച്ചയായിട്ടും നമ്മൾ ഏതായാലും ഇവിടെ എന്നേക്കുമായി ഇവിടെ ജീവിക്കുകയില്ല. और हम में से कोई भी इस पृथ्वी पर हर समय के लिए जिएगा नहीं. ഒരു ദിവസം ഇവിടെ നിന്ന് നമ്മൾ പോകും. हम सब इस जगत से एक दिन जाएंगे. നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോയാലും और हमारे मृत्यु हो जाने के बाद भी നമ്മുടെ ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല. लेकिन हमारा आत्मा जो है वो कभी मरेगा नहीं. ഒരു വ്യക്തിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചോദിക്കുന്നത് ഇന്നാളിനെ എപ്പോൾ കൊണ്ടിരുന്നില്ല, അദ്ദേഹത്തിന്റെ ശരീരം എപ്പോഴും കൊണ്ടിരുന്നേ ചോദിക്കാറുള്ളൂ. और एक व्यक्ति के मृत्यु हो जाने के बाद कोई भी उस व्यक्ति का नाम नहीं लेता, लेकिन पूछते हैं कि उसका शरीर कब उठाया जाएगा. അപ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് continue to live even after he departs from this place. एक व्यक्ति का मृत्यु हो जाने के बाद भी उसका जो आत्मा है वो जीते रहेगा. അപ്പം ആ ആത്മാവിനോട് തീർച്ചയായിട്ടും ഒരു ദിവസം ഓരോ ചോദ്യങ്ങളും ചോദിക്കും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. और इसलिए प्रेरित कहता है कि उस आत्मा से एक दिन जरूर कई प्रकार के प्रश्न किया जाएगा. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ സ്വർഗീയ കോടതിയിലുള്ള എല്ലാ കേസുകളും നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സെറ്റിൽ ആക്കിയിട്ട് വേണം പോകാൻ. और इसलिए जैसा शुरुआत में बोला, हम यहाँ से जाने से पहले, पृथ्वी से
मृत्यु होने से पहले हमारे ऊपर जितने मुकदमे हैं उसका पूरा न्याय होकर हमें जाना है। അതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും? और वो हम कैसे कर पाएंगे? നമുക്ക് ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി യാഗമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം, और हमारे लिए एक बार जो बलिदान हुआ प्रभु यीशु मसीह का रक्त जो है, ആ കർത്താവിന്റെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് और उस प्रभु यीशु मसीह के लहू से हम धोए जाएंगे तो അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ प्रेरित- Acts chapter 2 प्रेरितों के पुस्तक 2 अध्याय में 37-ാമത്തെ വാക്യം തൊട്ട് ചില വാക്യങ്ങൾ പറയുന്നു. और 37वां वचन से एक बात वहां पर लिखा है, പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് എല്ലാവർക്കും നൽകുമെന്ന് പറഞ്ഞു. और इधर इस प्रकार से लिखा है, पवित्र आत्मा का दान हम सब पाएंगे। മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും और मन फिराव के साथ बपतिस्मा लेकर जो परमेश्वर को उद्धारकर्ता करके जो कोई पुकारेगा, ദൈവത്തിന്റെ ദാനമാണ്. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ടു ദാറ്റ് പേഴ്സൺ. और परमेश्वर ऐसे लोगों को दान के रूप में देता है पवित्र आत्मा। ദൈവത്തിന്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ ഇരിക്കാനായിട്ട് തരുന്നു. और परमेश्वर अपने पवित्र आत्मा को हमारे साथ रहने के लिए देता है। ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കണം, അല്ലേ? और परमेश्वर हमारे साथ वास करता है, नाम का जो अर्थ है इम्मानुएल करके हम परमेश्वर को पुकारना है। എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ, और हर समय हमारे साथ रहने के लिए, വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ല, मंगलवार के दिन या बुधवार के दिन सिर्फ नहीं, ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് മാത്രമല്ല, और कई विशेष सिर्फ जगहों पर सिर्फ नहीं, എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകരുന്നു. और हर दिन हर समय हमारे साथ रहने के लिए परमेश्वर पवित्र आत्मा को देता है। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം 2 कुरिन्थी 5वां अध्याय में इस प्रकार से लिखा है, 5:17 2 कुरिन्थी 5वां अध्याय 17 वचन, सो यदि कोई मसीह में है तो वह नई सृष्टि है, पुरानी बातें बीत गई है, देखो वे सब नई हो गई। ഒരുവൻ ക്രിസ്തുവിലായാൽ और एक मसीह में हो गया है तो അവൻ പുതിയ സൃഷ്ടിയാകുന്നു. और वो नई सृष्टि है। പ്രൈസ് ഗോഡ്. हालेलुया। നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, ഇതൊരു വലിയ മർമ്മമാണ്. और इसके बारे में हमें जानना है, एक ये बहुत बड़ा गुप्त बात है। അതെന്താ ഇത്ര വലിയ മർമ്മം നിങ്ങൾ ചോദിക്കും. और ये इतना गुप्त बात क्यों है करके आप पूछ सकते हो। ഈ ഒരു പഴയ മനുഷ്യനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ, और ये जो पुरानी आत्मा मनुष्य जो है उसे हम पूरा पवित्र नहीं कर सकते हैं तो, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ लेकिन हम जब उद्धार पाते हैं, അവനെ പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു. प्रभु यीशु मसीह उसे पूरी तरफ से नया सृष्टि बना देता है, എന്നിട്ട് അവനിൽ പരിശുദ്ധാത്മാവിനെ പകരുന്നു. और उसके अंदर पवित्र आत्मा को दे देता है। ഇനി അവൻ ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി और ജീവിക്കുന്നു. आगे को वो जीता है, वो अपने लिए नहीं लेकिन प्रभु यीशु के लिए जीता है। പ്രൈസ് ഗോഡ്. हालेलुया। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും, അയ്യോ സഹോദര, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള, ഈ ലോകത്തിലെ വിഷയത്തെക്കുറിച്ച് എന്താണ് എനിക്ക്? പക്ഷെ നിങ്ങളെ പറഞ്ഞതുപോലെ എനിക്ക് പരലോകത്തിലെ കാര്യമല്ല, ഈകലോകത്തിലെ കാര്യം എന്താണ് കാര്യമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. और जब मैं इस प्रकार से जब भाषण देता हूं, आप लोग इस प्रकार से पूछ सकते हैं, ये सब आने वाले बात है, लेकिन इस पृथ्वी में हमारे साथ क्या होगा? പ്രിയ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് നല്ലൊരു കർത്താവും നല്ലൊരു പിതാവും നല്ലൊരു ഫ്രണ്ടുമാണ്. और प्रियजनों, हमारे को जो है हमारे लिए एक अच्छा परमेश्वर, एक अच्छा पिता और एक अच्छा दोस्त है। നമ്മളുടെ ജീവിതത്തിലെ ഏതൊരു വിഷയങ്ങളും ധൈര്യമായിട്ട് ഓടിക്കൊണ്ട് ചെല്ലാൻ പറ്റുന്ന ഒരു കൃപാസനം നമുക്കുണ്ട്. और हम हमारे जीवन के कोई भी परिस्थिति क्यों ना हो, हम सीधे लेकर जाने के लिए एक सिंहासन हमारे लिए है। ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, लूकोस का सुसमाचार 9वां अध्याय उसका 12वां वचन में इस प्रकार से लिखा है, വായിച്ചാട്ടെ. जब दिन ढलने लगा तो 12 ने आकर उससे कहा, भीड़ को विदा कर कि चारों ओर के गांवों और बस्तियों में जाकर टिके और भोजन का उपाय करे, क्योंकि हम यहाँ सुनसान जगह में है। അടുത്ത വാക്യം, उसने उससे कहा, तुम ही उन्हें खाने को दो। उन्होंने कहा, हमारे पास 5 रोटियां और 2 मछली को छोड़ और कुछ नहीं, परंतु हाँ, यदि हम जाकर इन सब लोगों के लिए भोजन मोल ले तो हो सकता है वे लोग तो 5000 पुरुष के लगभग थे। നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകണം, ഈ ഒരു സാഹചര്യത്തിൽ അവരൊരു മീറ്റിങ്ങിന് പോയതായിരുന്നു. അവരുടെ ജീവിതത്തിൽ അനേക ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, और हमें ये जानना जरूरी है कि वो सब एक जगह पर इकट्ठे हुए थे और उनके बीच में एक जरूरत हुआ, और उस समय प्रभु यीशु मसीह उनसे बोलता है, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ.
तुम उन्हें खाने के लिए रोटी दो। അപ്പോൾ അവർ പറയുകയാണ് ഒത്തിരി പേരുണ്ട്, ഇത്രയും പേർക്കൂടെ നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? तो उनके परमेश्वर के चेले बोलते हैं ये बहुत 5,000 लोगों के पास है, इन्हें हम कैसे खाना देंगे? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു ലിമിറ്റേഷനും ഇല്ല. हे प्रिय भाई बहन लोगों, परमेश्वर के सम्मुख कुछ भी सीमा नहीं है। അവിടെ പറഞ്ഞിരിക്കുന്നു 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളായിരുന്നു. और वहां पर इस प्रकार से लिखा हुआ है कि उनके पास सिर्फ 5 रोटियां और 2 मछली थे। He blessed them and he broke it and gave it to them. लेकिन प्रभु यीशु मसीह ने उसे अनुग्रह किया और तोड़कर उन्हें बांटा। നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആവശ്യത്തിന് മുമ്പിലും ഇത് തന്നെയാണ് സൊല്യൂഷൻ. और हमारे जीवन में इस जगत में जो कुछ जरूरत है उसके सामने भी यही उपाय है। അവൻ നമ്മളെ ഒരിക്കലും കൈവിട്ടു പോകുന്നൊരു ദൈവമല്ല. और वो परमेश्वर हमारे को कभी भी हाथ छोड़ने वाला परमेश्वर नहीं। രാത്രിയാകുമ്പോൾ പറയല്ല നീ വീട്ടിൽ പൊക്കോ, ഇനി നീയായി നിന്റെ പ്രയാസമായി എന്ന് ഒരിക്കലും പറഞ്ഞു വിടുന്നൊരു ദൈവമല്ല. और रात का समय होने पर अब चले जाओ और तू अपना कठिनाइयों को खुद समेटने के लिए नहीं बोलता। നമ്മൾ അയക്കുന്നതിന് മുമ്പേ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന് പറയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. लेकिन विदा करने से पहले उन्हें खाने के लिए कुछ बंदोबस्त करने वाला परमेश्वर हमारा परमेश्वर है। ഇത് ഞാനിത് പറയുമ്പോൾ ചില പുസ്തകത്തിൽ നിന്ന് വായിച്ചുള്ള അറിവാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. और जब भी मैं ये भाषण दे रहा हूँ ऐसा ना सोचे कि मैं कुछ पुस्तक से पढ़कर मैं बोल रहा हूँ। 2ാം ക്ലാസ് തൊട്ട് ഞാൻ ഈ കർത്താവിനുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. और मैं दूसरी कक्षा से मैं इस प्रभु परमेश्वर के साथ एक अच्छा संबंध मेरा है। ഇന്ന് വരെ എനിക്ക് പറയാനായിട്ട് കഴിയും, और आज के इस दिन तक मैं इस बात को बोल सकता हूँ। അവൻ ഒരിക്കലും കൈവിട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല. और वो कभी भी हमारे को हाथ छोड़ने वाला एक परमेश्वर नहीं है। പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിലെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. और इसलिए मैं कहता हूँ इस पृथ्वी के बातों के बारे में तुम्हारे को दुख होने की जरूरत नहीं। അനേകം പേര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. कई लोग मैंने देखा है विश्वास की ओर आए हैं। ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവരെ എനിക്കറിയാം. बहुत सारे कठिनाइयों के बीच में से परमेश्वर के पास आए हुए लोगों को मैं जानता പക്ഷെ हूँ। ഞാൻ തിരിഞ്ഞോട് നോക്കിയിട്ട് അവരെ കുറിച്ച് പറയാനായിട്ട് പറ്റും, God made everything good for them. लेकिन मैं मुड़कर देखकर उनके जीवन में देख के बोल सकता हूँ कि परमेश्वर ने उनके जिंदगी में सब कुछ भला किया। അത് പക്ഷേ നമുക്ക് പറയാൻ പറ്റും ലോകത്തിലെ അനേകർക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. और तुम में से कई लोग बोल सकते हैं कि इस दुनिया के कई लोग भी ऐसा कर सकते हैं। അതുകൊണ്ട് തന്നെ അതല്ല സുവിശേഷം എന്ന് പറയുന്നത്. और उसी के कारण वो सुसमाचार नहीं है। ആരുടെയെങ്കിലും മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചിന്തിക്കണം, അതല്ല സുവിശേഷം. और किसी के अंदर संदेह है तो ये जान लो कि वो सुसमाचार नहीं है। ലോകത്തിൽ അനേകർക്ക് അതേപോലെ ചെയ്യുവാനായിട്ട് और इस കഴിയുമായിരിക്കും. पृथ्वी में कई लोग पृथ्वी के जो भी जरूरत है वो पूरा कर सकते എന്നാൽ होंगे। അവർക്ക് ചെയ്യുവാൻ കഴിയാത്തൊരു കാര്യം, लेकिन उनसे जो नहीं हो पाता ऐसा एक असंभव बात നമ്മുടെ है। പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവർക്ക് ആർക്കും और കഴിയില്ല. हमारे जो पाप का उद्धार है वो कोई भी कर नहीं सकता। ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാരം ഇന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? और उस प्रभु यीशु मसीह का जो पाप से उद्धार देने वाला बलिदान है वो उस पाप उद्धार तुम्हें पाए हो क्या? നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമോ എൻ്റെ പാപങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാനായി കഴിയുമോ? और आज के दिन तुम पूरे विश्वास से बोल सकते हैं क्या कि परमेश्वर ने मेरे पूरे पाप को क्षमा किया है? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. और अगर ऐसा विश्वास के साथ बोल सकते हो तो അങ്ങനെ तुम പാപം धन्य ക്ഷമിച്ചു हो। കിട്ടിയവനെ ഭാഗ്യവാനെന്ന് ദൈവവചനം പറയുന്നു. और परमेश्वर का वचन बोलता है कि जिसका भी पाप क्षमा किया है वो धन्य है। എഫെസ്യർക്ക് ലേഖനം 2ാം അധ്യായം നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലോട്ട് മടങ്ങി പോകുമ്പോൾ एफेसियों का पुस्तक 2 अध्याय जो वचन हमने शुरुआत में पढ़ा वो पढ़ने पर Now we read the verse 4, 4ാമത്തെ വാക്യം. But God who is rich in mercy, is rich in mercy because of his great love with which he loved us, and even when we were dead in our trespasses made us alive together with Christ. കർത്താവായ യേശു ക്രിസ്തുവിനോട് ജീവിപ്പിച്ചു. വായിച്ചാട്ടെ. और इसलिए वहां पर लिखा है परंतु परमेश्वर ने जो दया का धनी है अपने उस बड़े प्रेम के कारण जिससे उसने हमसे प्रेम किया, जब हम अपराधों के कारण मरे हुए थे तो हमें मसीह के साथ जिलाया। നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം പാപത്താൽ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. और हमारा जो भी परमेश्वर के साथ जो नाता था वो पाप के कारण टूट गया था, लेकिन प्रभु यीशु मसीह के क्रूसित हो जाने के कारण परमेश्वर के साथ हमें मोल लिया है। അതിനാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നു എന്ന് പറയുന്നത്. और इसलिए यहाँ पर लिखा है तुम्हारे मृत्यु से तुम्हें जिलाया है। ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? और आज वास्तव में आप लोगों के अंदर जीवन है क्या? ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾ പാപക്ഷമ പ്രാപിച്ചിട്ടുണ്ടോ? मैंने सबसे पहले पूछा तुम पाप से
पाप से उद्धार पाए हो क्या? രണ്ടാമത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ യഥാർത്ഥമായി ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? और दूसरी बात मैं पूछता हूँ कि तुम सही में उद्धार पाए हो क्या? ഇവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഏവരെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. और यहाँ पर लिखा है, जो कोई परमेश्वर यीशु मसीह के ऊपर भरोसा किया है उनको मृत्यु से जीवन की ओर ഇവിടെ किया പറയുന്നു, है. and raised us up together, നമ്മളെ ഒന്നിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് വായിക്കുന്നു. और यहाँ पर 6वां वचन में लिखा है, और मसीह यीशु के साथ उठाया और स्वर्गीय स्थानों में बैठाया है. And made us sit together in the heavenly places in Christ Jesus. और स्वर्गीय स्थानों में उसके साथ बैठाया है. സ്വർഗ്ഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തലയിലുള്ള വിശ്വാസമല്ല, ഹൃദയത്തിൽ കർത്താവിനെ ട്രസ്റ്റ് ചെയ്ത്. എന്ത് ട്രസ്റ്റ് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപപരിഹാരം വരുത്തിയെന്നും അവൻ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. നമുക്ക് ഈ വാക്യം കൊണ്ട് വായിക്കാം. 2 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം. 2 कुरिन्थी 11वां अध्याय. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 1 कुरिन्थी 15 अध्याय 3-4 വാക്യങ്ങൾ. 3 और 4. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമ്മളും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി മുമ്പോട്ട് ജീവിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. और इसलिए इधर लिखा गया है, हम सभी लोग परमेश्वर के जी उठने के कारण हमारे को भी अनंत जीवन मिला है और उस प्रभु यीशु मसीह के उद्धार से हम आगे की ओर बढ़े. ഇനിയും അനാഥരായിട്ടല്ല, പൂർണ്ണനായി നമുക്കൊരു പിതാവുള്ളതുപോലെ ആ കൃപാസനത്തിലോട്ട് ഓടി ചെല്ലുവാൻ കഴിയുന്നവരായി. और इसलिए अब आगे की ओर एक अनाथ बच्चों की तरफ नहीं, लेकिन हमारा एक स्वर्गीय पिता है और उसी स्वर्गीय पिता की ओर दौड़ कर जाने के लिए. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും. और जो कोई प्रभु यीशु मसीह के लहू से पूरा धुला गया है वो इस प्रकार से बोल सकता है, ആ സ്വർഗീയ കോടതിയിലുള്ള എല്ലാ കേസുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടതുകൊണ്ട് और जो मुकदमे स्वर्ग में जितने भी मुकदमे मेरे ऊपर थे, प्रभु यीशु मसीह के लहू के कारण, लहू से धोए जाने के कारण, അവന്റെ മേൽ കുറ്റം ചുമത്തിയത് കൊണ്ട്, और प्रभु यीशु मसीह को क्रूसित करके उसके ऊपर अपना पाप डाला गया उसके कारण, അവൻ എനിക്ക് വേണ്ടി പാപമായതുകൊണ്ട്, और वो मेरे लिए पाप हुआ उसके कारण ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. मैंने स्वतंत्रता पाया है. എങ്ങനെ 1947 കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. 1947 के बाद हम सभी को जैसा स्वतंत्रता मिला, वैसा ही प्रभु यीशु मसीह के मृत्यु के कारण हमारे को स्वतंत्रता मिला है. നമ്മൾ ഈ സുവിശേഷത്തെ നമ്മൾ വിശ്വസിക്കുന്നു. और ऐसा एक सुसमाचार के ऊपर आप लोग विश्वास करते हो क्या? അങ്ങനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രോമിസുകൾ നമ്മുടേതെന്ന് എണ്ണുവാനായിട്ട് കഴിയും. और ऐसे जो कोई विश्वास करते हैं वो इस वचन के ऊपर, इस वायदे के ऊपर भरोसा विश्वास कर सकते हैं. അവൻ സ്വർഗീയ സ്ഥലങ്ങളിൽ അവരെ ഇരുത്തിയിരിക്കുന്നു. उसने हमारे को स्वर्गीय स्थानों में बैठाया है. അതുകൊണ്ട് 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വേഴ്സ് 8-8. इसलिए 8वां वचन में इस प्रकार से लिखा है. എല്ലാവരും ചോദിക്കും, രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കും. എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്? और क्योंकि विश्वास के द्वारा अनुग्रह ही से तुम्हारा उद्धार हुआ है और यह तुम्हारी ओर से नहीं वरन परमेश्वर का दान है. कई लोग पूछ सकते हैं कि क्या उद्धार के बारे में आप बोलते हो? വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ? और जो आने वाले प्रभु का क्रोध है उसमें से तुम बचे हो क्या? ഇതിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെച്ചിരിക്കുന്നത് ദൈവകോപമാണ്. और ऐसे जो विश्वास परमेश्वर के क्रूस के ऊपर विश्वास नहीं करते उनको ऐसा एक क्रोध रखा गया है. എന്തുകൊണ്ടാണ് അവരുടെ മേൽ കോപം വെച്ചിരിക്കുന്നത്? और ऐसा क्रोध उनके ऊपर क्यों रखा गया है? കാരണം ഇത്രമാത്രം സ്നേഹം, ഇത്രമാത്രം കരുണ അർപ്പിച്ച് സ്വന്തം മകനെ കൊടുത്ത് യാഗമാക്കി തീർത്തിട്ട് പോലും അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, और उनके ऊपर क्यों क्रोध है? क्योंकि इतना प्रेम, इतना दान देकर खुद का पुत्र को देने के बाद भी अगर उसके ऊपर विश्वास ना करे तो, അതുകൊണ്ട് ഇന്ന് ദൈവകോപം ആരുടെയെങ്കിലും മേൽ വരുന്നെങ്കിൽ, और इसलिए आज किसी के ऊपर परमेश्वर का क्रोध है तो ആ അരുമയായ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളുന്നത് കൊണ്ടാണ്. और वो परमेश्वर यीशु मसीह को त्यागने के कारण प्रभु का क्रोध आता है. ആ വഴി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് മധ്യാഹ്നം സമർപ്പിക്കുകയാണ്. आज सुबह का समय वही रास्ता मैं आपके सामने भी रखता हूँ. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊള്ളുകയോ
തള്ളുകയോ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. तुम परमेश्वर यीशु मसीह को स्वीकार कर सकते हो, इनकार कर सकते हो. എന്നാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് രാജാവായിട്ട് വാഴും. लेकिन अगर आप परमेश्वर यीशु मसीह को स्वीकार करोगे तो वो आपके हृदय में आएगा, आपके घर पे आएगा. എന്നാൽ നിങ്ങൾ തള്ളുന്ന പക്ഷം लेकिन अगर आप इनकार करते हो तो ഒരു ദിവസം അദ്ദേഹം രാജാവായി കടന്നു വരുമ്പോൾ ന്യായവിധിക്കായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. और एक दिन वो न्याय करने के लिए राजा बनकर आएगा. അന്ന് ക്രോധത്തിന്റെ ചക്കിൽ നിങ്ങൾ വീഴേണ്ടതായിട്ട് വരും. लेकिन उस दिन उस क्रोध के चक्की में आप लोगों को पीसा जाएगा. നമുക്കതിൽ ആർക്കും വീഴുവാനിടയാകാതെ വണ്ണം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള തലോടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാകുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. हम सभी को उस परमेश्वर के क्रोध से बचाने के लिए, परमेश्वर का उद्धार पाने के लिए प्रभु यीशु मसीह हम सभी को सहायता करे. ദൈവനാമത്തെ परमेश्वर के नाम की महिमा हो.